സമൃദ്ധിയുടെയും വിളവെടുപ്പിൻ്റെയും കാലമാണ് ഓണക്കാലം എന്ന് പറയുന്നത്. അത്തമുദിച്ച് 10ാമത്തെ ദിവസം നമ്മൾ തിരുവോണം ആഘോഷിക്കും. നമ്മളിപ്പോൾ ഉള്ളത് മറിയദേശൻ ചേട്ടൻ്റെ കൃഷിയിടത്തിലേക്കാണ്. നമ്മൾ ഈ വള്ളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ചേട്ടൻ്റെ പൊക്കാളി കൃഷി കാണാനായിട്ടാണ്. നമുക്ക് അവിടേക്ക് പോവാം. ഇതാണ് നമ്മുടെ മറിയദേശൻ ചേട്ടൻ്റെ പൊക്കാളി കൃഷിത്തോട്ടം. ഇത് ഏകദേശം ഒരു 3 ഏക്കറാണ് ഇത് മാത്രം ഉള്ളത്. ഇതിൻ്റെ അപ്പുറം ഒരു 3 ഏക്കറും കൂടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ഈ ഒരു അരിയുടെ പ്രത്യേകതയും അതേപോലെ തന്നെ നമ്മുടെ ഓണമായി ബന്ധപ്പെട്ട് നമ്മൾ സാധാരണ കഴിക്കുന്ന ഒരു പുത്തരിച്ചോറ് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. പൊക്കാളി അരി അല്ലെങ്കിൽ പൊക്കാളി കൃഷിയിൽ നിന്നുണ്ടാക്കുന്ന പൊക്കാളി അരിയുടെ ഗുണവും സവിശേഷതകളൊക്കെ മറിയദേശൻ ചേട്ടൻ തന്നെ നമ്മളോട് പറയും. ചേട്ടാ, നമ്മൾ അരികൾ പലതും കേട്ടിട്ടുണ്ട്. ഈ പൊക്കാളി അരിയുടെ ഒരു പ്രത്യേകത എന്താ? ഓണവുമായി ബന്ധപ്പെട്ട് തന്നെ ഓണത്തിന്റെ പുത്തരിച്ചോറുണ്ട്, നമ്മൾ ഓണം ആഘോഷിക്കാന്നൊക്കെ കേട്ടിട്ടുണ്ട്. ചേട്ടൻ പൊക്കാളി അരി കഴിച്ചിട്ടാണോ ഓണം ആഘോഷിക്കുന്നത്? ഈ പ്രാവശ്യത്തെ പൊക്കാളി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഒക്ടോബറിലെ ഇത് വിളവ് കണക്കുള്ളൂ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ പൊക്കാളി അരി ഞങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് അതാണ് ഭക്ഷണത്തിന് എടുക്കുന്നത്. ഞാൻ പൊക്കാളി അരി തന്നെയാണ് എല്ലാ ദിവസവും കഴിക്കുന്നത്. എത്ര കാലമായിട്ടാ ഓണത്തിന് ആ ഒരു തരത്തിൽ? ഏകദേശം ഒരു 50 വർഷമെങ്കിലും ആയിട്ടുണ്ട്. 50 വർഷമായിട്ട് ചേട്ടൻ പൊക്കാളി അരി കൊണ്ടാണ് ഓണം ആഘോഷിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഇതിന് വളം ഇടൂല, മറ്റു കെമിക്കലുകളൊന്നും അടിക്കൂല. അതാണ് അതിന്റെ ഫുൾ ജൈവം എന്ന് പറയണം. ഇതിന് വളം ഇടാത്തതിന്റെ കാരണം ഇത് മീൻ കൃഷി കഴിഞ്ഞതിന് ശേഷം വരുന്ന വേസ്റ്റുകൾ, അതാണ് ഇതിന്റെ വളമായിട്ട് ഉപയോഗിക്കുന്നത്. മറിയദേശൻ ചേട്ടാ, ഈ പൊക്കാളി അരിക്ക് എന്താണ് ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്? ഈ പൊക്കാളി അരിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇതിന് വളമിടൂല. ഞങ്ങൾ വളമിടൂല. അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ കെമിക്കൽ അടിക്കില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് ഫുൾ ജൈവമാണ്. ഈ വളമിടാത്തത് ഇതിക്ക് മുമ്പുള്ള മത്സ്യകൃഷി കഴിയുമ്പോഴുള്ള അതിൻ്റെ വളമാണ്. ഈ കാട്ടങ്ങളാണ് ഇതിൻ്റെ വളം. അത് അരി സമ്പുഷ്ടമായി കിഴത്തോളൂ. പക്ഷെ ഇതിനൊരു പ്രത്യേകത ഞാൻ ആദ്യമായിട്ട് അറിയുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർക്കിടകത്തിന്റെ പഞ്ഞം കഴിഞ്ഞിട്ട് നമ്മൾ ഓണത്തിലേക്ക് കടക്കുകയാണ് സമൃദ്ധിയോടെ. പക്ഷെ ഇതിന്റെ വിളവെടുപ്പ് ഒക്ടോബറിലാണല്ലോ. ഒക്ടോബറിലാണ്. അപ്പൊ ഈ ഒക്ടോബറിൽ ഇത് വിളവെടുക്കുന്ന സമയത്ത് ഓണ സമയത്തേക്ക് എന്താ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണോ ചെയ്യുന്നത്? ഇത് ഈ ഒക്ടോബറിൽ വിളവെടുത്തതിന് ശേഷം അടുത്ത ഓണത്തിനുള്ളത് സ്റ്റോക്ക് ചെയ്ത് വെക്കും ഞങ്ങൾ. അപ്പോൾ ഒരു വർഷം ഒരു ഗ്യാപ്പ് ഉണ്ടാവും. 10 മാസത്തെ ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പ് ഇത് എന്തോരം നാൾ വേണമെങ്കിലും ഇരുന്നോളും. നമ്മൾ വേറെ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ഇത് തവിടോടുകൂടി കഴിക്കണതാണ് ഏറ്റവും നല്ല ഇത്. തവിട് മുഴുവൻ കളയാതെ തന്നെ കഴിക്കുന്ന അരിയാണ് എല്ലാവർക്കും ഇഷ്ടം. ചില ആൾക്കാർക്കാണെങ്കിൽ ഒരു 50% തവിട് കളഞ്ഞ് കഴിക്കുന്ന ആൾക്കാരും ഉണ്ട്. അവർക്കും ഇത് താല്പര്യം. മൊത്തത്തിൽ ഇത് താല്പര്യമാണ്. ഇതിന് ഏകദേശം 1 കിലോ അരിക്ക് 140 രൂപയോളം മാർക്കറ്റ് വിലയുണ്ട്. അപ്പോൾ നമ്മൾ കൃഷിയുടെ നഷ്ടം ഈ അരിയാക്കി കൊടുക്കുമ്പോൾ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഇവിടുത്തെ ഒരു പ്രാദേശികമായ പ്രശ്നം കൂടിയുണ്ട്. ഇവിടെ ഈ കൃഷി നടത്തണമെന്നുണ്ടെങ്കിൽ 6 മാസം ഇവിടെ ഉപ്പുവെള്ളം നല്ല വെള്ളം കിട്ടുള്ളൂ.
അതിന് ശേഷം ഉപ്പ് ആ വെള്ളമായിരിക്കും. ആ അപ്പോൾ ജൂണിലാണ് ഈ കൃഷി തുടങ്ങാൻ പറ്റുള്ളൂ ഇവിടെ. ജൂണിൽ കൃഷി തുടങ്ങിക്കഴിഞ്ഞാൽ ഒക്ടോബറിൽ വിളവെടുക്കാം. ഈ ഒക്ടോബർ കഴിഞ്ഞ് നവംബർ ആകുമ്പോൾ ഇവിടെ ഉപ്പുവെള്ളം കയറും. അതായത് മഴ നിന്ന് കഴിഞ്ഞാൽ ഈ പുഴയിൽ ഉപ്പുവെള്ളം വരും. ഉപ്പുവെള്ളത്തിൽ നശിച്ചു പോണേക്കുമ്പോൾ ഇതിന്റെ വിളവെടുപ്പ്. ചേട്ടാ, നമ്മള് ഓണ സമയത്ത് കേൾക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുത്തരി ചോറുണ്ണുക എന്ന് പറയുന്നത്. അപ്പൊ പുത്തരിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത്ര പോഷക ഗുണമുള്ളതായിരിക്കും. അതിപ്പോ അതേ രീതിയിലുള്ള പ്രത്യേകതയാണ് ഈ ഒരു പൊക്കാളി ഏരിയ. പക്ഷെ എനിക്ക് തോന്നുന്നു പൊക്കാളി ഏരിയ എന്ന് പറയുന്നത് ഓരോ സ്ഥലങ്ങളിലേക്കും മിക്ക സ്ഥലങ്ങളിലേക്കും ഇതിന്റെ ഒരു പ്രാധാന്യം ഒന്നും അങ്ങനെ ആൾക്കാർ എത്തിയിട്ടില്ല. ഇത് എറണാകുളം, ആലപ്പുഴ, തൃശ്ശൂർ ഭാഗം കുറച്ച് ആ ഒരു ഏരിയയാണ്. ഈ 3 ജില്ലകൾ, എറണാകുളത്താണ് ഏറ്റവും കൂടുതലുള്ളത്. ഈ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ പൊക്കാളി കൃഷി നടക്കുന്നത്. അത് 6 മാസത്തെ കാലാവധിയാണ് ഈ നല്ല വെള്ളം വരുമ്പോൾ ഉള്ള ചെയ്യണത്. 6 മാസത്തെ കാലാവധിക്കാണ് ചെയ്യണത്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മത്സ്യകൃഷിയിലേക്കാണ് നീങ്ങും. ഉപ്പുവെള്ളം വരുമ്പോ. ഇത് ഇത്രയാണ്, ഫുള്ളും 6 ഏക്കറാണല്ലേ? ഫുള്ളും 6 ഏക്കറാണ്. ഇത് അതിന്റെ ബാക്കി നമ്മൾ നേരത്തെ കണ്ടതിന്റെ ബാലൻസ് ആണ് ഈ 6 ഏക്കർ. 6 ഏക്കർ. ഈ പാടത്തിന്റെ ഈ സൈഡ് വരമ്പിലൊക്കെ ഈ ഒരു ചെടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതിനപ്പോഴാണ് പറഞ്ഞത് ഇതിനെന്തോ ഒരു ശ്രീലങ്കക്കാർ കഴിക്കുന്ന എന്തോ ഒരു പഴമാണെന്ന്. ശരിക്കും ഇതെന്താ? ഇത് ചക്കരക്കണ്ടലാണ് നിൽക്കുന്നത്. ഈ ഉണ്ടായത് ചക്കരക്കണ്ടൽ, ഏകദേശം ഒരു ചക്കരക്കണ്ടൽ. ആപ്പിളിന്റെ ഏകദേശം ഒരു പതിപ്പ് പോലെയാണ് ഇതിന്റെ രൂപം, ഇതിന്റെ കായ. ഇത് നമ്മളുടെ ഇവിടെ ഉപയോഗം അങ്ങനെ ആരും കഴിച്ചില്ല. അപ്പൊ എന്നോട് വേറെ ഒരാൾ പറഞ്ഞത് ശ്രീലങ്കയിൽ ആൾക്കാർ കഴിക്കുന്ന ഒരു ഫ്രൂട്ടാണെന്ന് പറഞ്ഞു. ശ്രീലങ്കക്കാർ കഴിക്കുന്ന ഫ്രൂട്ട് നമ്മുടെ അത് പൈപ്പിന്റെ ഹൃദയഭാഗത്തുണ്ട്. അപ്പൊ അത് നമ്മൾക്ക് ഇവിടെ പ്രാബല്യത്തിലാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇത് ജ്യൂസ് അടിച്ച് കഴിക്കണ ഒരു. ഇത് ഇപ്പൊ ആ കായ ഇപ്പൊ വലുതാവുമ്പോ എത്ര ഉണ്ടാവും? ഇത് വലുതാവുമ്പോ ഏകദേശം ഒരു ആപ്പിളിന്റെ ആപ്പിളിന്റെ പോലെ തന്നെ നല്ല ഭംഗിയുമായിരിക്കും കാണാനായിട്ട്. പൊക്കാളി കൃഷി കാണുന്നതിന്റെ ഇടയിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, അപ്പുറം ഇപ്പുറം സൈഡുകളിലൊക്കെ ചെറിയൊരു സ്ക്വയർ ഷേപ്പിൽ എന്തോ ഒരു കാര്യത്തിന് കെട്ടിയിട്ടിരിക്കുന്നത്. അപ്പോഴാണ് മര്യാദാസൻ ചേട്ടൻ പറഞ്ഞത് അത് കൂടാണെന്ന്. ആദ്യം കൂടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്തോ ഈ കൂടെന്നുള്ളത്. പിന്നാണ് ചേട്ടൻ പറഞ്ഞത്, ചേട്ടൻ തന്നെ പറഞ്ഞു എന്താ ഈ കൂടെന്ന് പറയുന്നത്. ഇത് നമ്മള് 2 മീറ്റർ സ്ക്വയറിൽ ഉള്ള കൂടാണിത്. ഇതിന് ഒരു 1.5 മീറ്റർ അടിയിലേക്ക് താഴ്ച ഉണ്ടാവും. ഇത് നമ്മൾ ഏകദേശം ഒരു കുഞ്ഞുങ്ങളെ അടുത്ത പൊക്കാളി കൃഷി കഴിയുമ്പോൾ അഴിച്ചുവിടാനുള്ള കുഞ്ഞുങ്ങൾ ഇപ്പോൾ സ്റ്റോക്ക് ചെയ്യും. ഇപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളെ സ്റ്റോക്ക് ചെയ്യും. അപ്പോൾ പൊക്കാളി കൃഷി കഴിയുമ്പോൾ ഈ പാടത്തേക്ക് കുഞ്ഞുങ്ങളെ അഴിച്ചുവിട്ട് കഴിഞ്ഞാൽ ഈ പൊക്കാളി കൃഷിയുടെ വേസ്റ്റ് ഒക്കെ തിന്ന് ഇത് നല്ല കരിമീനായിട്ട് 6 മാസം കഴിയുമ്പോൾ നല്ല വലിയ കരിമീനായിട്ട് നമുക്ക് പിടിക്കാം. അതിനുവേണ്ടി ഇപ്പോൾ കുഞ്ഞുങ്ങൾ സ്റ്റോക്ക് ചെയ്തിട്ട്. അപ്പോൾ ഇത് തീറ്റ ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീറ്റ എല്ലാ ദിവസവും നമ്മൾ കൂട്ടിക്കിടക്കുമ്പോൾ എല്ലാ ദിവസവും തീറ്റ കൊടുക്കണം. കൂട്ടിന്ന് അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ തീറ്റ ഒന്നും വേണ്ട. എല്ലാം പൊക്കാളിയുടെ ആ വേസ്റ്റ് തിന്ന് ആണ് ഇത് വലുതാണ്. നമ്മള് ഇപ്പുറത്തെ സൈഡിൽ കണ്ട അതേ ഒരു ബോക്സ് തന്നെയാണ്, സ്ക്വയർ തന്നെയാണ് ഇപ്പുറത്ത് ഉള്ളത്. ചേട്ടാ ഇതും കരിമീൻ കുഞ്ഞുങ്ങൾ തന്നെയാണ്? ഇതിന് വ്യത്യാസമൊന്നുമില്ല, അത് തന്നെ കരിമീന്റെ കുഞ്ഞുങ്ങൾ. ഇട്ട് നോക്കാല്ലേ? തീറ്റിടുമ്പോ അത് വന്ന് കഴിച്ചോളും. ഇതിപ്പോ എത്ര മാസം ഇട്ടുണ്ടാവും കുട്ടികള്? ഇതിപ്പോ കുട്ടികള് ഒരു മാസമായിട്ടുള്ളു. ഒരു മാസമായിട്ടുള്ള 3 മാസം മുമ്പ് അഴിച്ചു വിടും. പാടത്തേക്ക് അഴിച്ചു വിടും. കൊയ്ത്ത് എന്ന് കഴിയണമെന്ന് വെച്ചാൽ അതിൻ്റെ വ്യത്യാസം അഴിച്ചു വിടും.
ചേട്ടാ ഈ പൊക്കാളിന്റെ ഇപ്പുറത്ത് നമ്മള് ചെമ്മീൻ കുട്ടികളുടെ കൂട് കണ്ടു. ഇതിന്റെ ഈ സൈഡ് വരമ്പില് കുറേ അധികം അച്ചിങ്ങകൾ ഇങ്ങനെ നട്ടുവെച്ചിട്ടുണ്ട്. ഇതൊക്കെ വീടിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട്, വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാലേ നമ്മൾക്ക് ഇവിടെ 6 മാസം നല്ല വെള്ളം കിട്ടുള്ളൂ. അപ്പൊ ഈ 6 മാസം ഇവിടെ എന്താ പച്ചക്കറി അങ്ങനെയുള്ള സാധനങ്ങൾ, വെണ്ട, അച്ചിങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇത് ഞങ്ങൾ കൃഷി ചെയ്യും. അപ്പൊ നമുക്ക് നമ്മളുടെ വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഇതിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കുകയാണ്. കൂടാതെ തെങ്ങുണ്ട്. തെങ്ങിൽ നിന്നൊക്കെ അത്യാവശ്യം നമുക്ക് തേങ്ങ കിട്ടും. നീളം കുറവുള്ളതാണല്ലോ തെങ്ങ്, ചെറിയ ഒരുപാട് പൊക്കം വെക്കാത്ത കൊള്ളം തെങ്ങുകളാണത്. അപ്പൊ നമ്മളെ ആവശ്യത്തിനുള്ള തേങ്ങകളും നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള തേങ്ങകളും പച്ചക്കറികളും ഒക്കെ ഇതിൽ നിന്ന് തന്നെയൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റാറുണ്ട്. ഇത് അപ്പുറത്തുനിന്നുള്ള വെള്ളത്തെ അങ്ങോട്ടേക്ക് പോകുന്ന ആ ഒരു ഇതിനെന്താ പറയുന്നത്? ഇതിന് സൂയിസ് എന്ന് പറയണം. സൂയിസ് നാടൻ ഭാഷയിലാണെങ്കിൽ തൂമ്പെന്ന് പറയും. തൂമ്പ്. ഇത് ഈ പാടത്തേക്ക് ഇപ്പൊ ഏകദേശം എന്റെ പാടം ഒരു 30 ഏക്കറോളം പാടമുണ്ട്. ഈ പാടത്തേക്കുള്ള വെള്ളം കയറ്റുന്നതും ഇറക്കുന്നതും ഈ സൂയിസിൽ കൂടിയാണ്. ഇതിലൂടെ ഈ വെള്ളം തടഞ്ഞു നിർത്തുന്നതും ഈ സൂയിസിൽ കൂടി. ഇതിന്റെ ഷട്ടറുകളാണിത്. ഈ ഷട്ടറുകൾ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല. അത് ലെവലാക്കി നിർത്താൻ പറ്റും. ഉപ്പുവെള്ളം വരുന്ന സമയത്ത് ഇത് എന്തെങ്കിലും ഇടുവല്ലോ ചെയ്യോ? ഉപ്പുവെള്ളം വരുമ്പോഴാണ് നമുക്ക് മത്സ്യകൃഷി തുടങ്ങുന്നത്. ആ സമയത്തും ഇത് തന്നെ തുടർന്നുകൊണ്ടിരിക്കും. മത്സ്യകൃഷി കഴിഞ്ഞിട്ട് 2 മാസത്തോളം നമ്മൾ ഈ പാടം ഉണക്കാൻ വേണ്ടി ഈ ഷട്ടർ അടക്കും. ഷട്ടർ അടച്ചിട്ട് പാടം കംപ്ലീറ്റ് ഉണക്കിയിട്ടാണ് വരുന്ന പൊക്കാളി കൃഷി ചെയ്യണത്. ഈ പാടം ഉണങ്ങി കഴിഞ്ഞാൽ അത് എൻ്റെ വരമ്പുകൾ വെട്ടി ലെവലാക്കും, തോടുകൾ കയറും, കിളകൾ നടത്തും. കിള എന്ന് പറഞ്ഞാൽ കണ്ണി വെച്ചിങ്ങനെ പോകും. ഇത്ര പൊക്കത്തിൽ ചെളി കൂട്ടം കൂട്ടി വെച്ചിട്ട് പോകും. അങ്ങനെ പണിക്കാർ അങ്ങനെ വെച്ച് പോയി ജൂൺ മാസത്തിൽ തുടങ്ങുന്ന 1-2 മഴ കഴിഞ്ഞിട്ട് ഉള്ള ഉപ്പ് കൊഴിഞ്ഞു പോകണം. പാടത്ത് ഉപ്പ് കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ വിത്ത് ഇടണം. അതിൻ്റെ അകത്ത് പാടത്ത് വിത്ത് ഇടണം, പൊക്കാളി വിത്ത് ഇടണം. ആ വിത്തിട്ട് 28 ദിവസം കഴിയുമ്പോൾ അത് പറിച്ച് നടും, ലെവലാക്കി നടും. അപ്പോൾ അതോടുകൂടി പൊക്കാളിയുടെ മെയിൻ പണികൾ കഴിഞ്ഞ് പിന്നെ സെപ്റ്റംബർ മാസം പകുതിയാകുമ്പോൾ അതിന് കതിര് വരും. ആ കതിര് നമുക്ക് കൊയ്തെടുത്തിട്ട് ഒക്ടോബറിൽ കൊയ്തെടുത്തിട്ട് കതിര് മാത്രമേ കൊയ്തെടുക്കുള്ളൂ. ബാക്കി അതിൻ്റെ ചണ്ടികളൊക്കെ അതിൽ തന്നെ കിടക്കും. കൊയ്തെടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് മിഷ്യത്തിൽ മെതിച്ച് കളത്തിലിട്ട് അത് നെല്ല് ഉണക്കി പത്തായത്തിലാക്കും. അപ്പൊ ഇതൊക്കെ കാണണമെങ്കിൽ നമ്മള് ഒക്ടോബർ ആകുമ്പോഴത്തേക്ക് വരണം. കൊയ്ത്തും ഒക്കെ കാണണം. ഒക്ടോബർ 5 മുതൽ ഏകദേശം 20-ാം തീയതി വരെയൊക്കെ. ചേട്ടാ, നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലായിരുന്നു എന്റെ കാലിൽ ഇങ്ങനെ എന്ത് തട്ടുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചു വെള്ളമൊക്കെ ഉള്ളതല്ലേ, തവളയായിരിക്കും എന്ന്. അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് ചെമ്മീനാണെന്ന്. അപ്പൊ ഇത് നമ്മള് വെള്ളം പുഴയിലേക്ക് ഇറങ്ങുന്ന സമയത്ത്, പാടത്ത് നിന്ന് പുഴയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു സൈഡിൽ വല വെച്ച് കൊടുക്കും. അതാണ് ആ വല. അപ്പൊ ഈ വല വെച്ച് കൊടുക്കുന്ന സമയത്ത് ഈ ഇറക്കം അങ്ങോട്ട് പോകുമ്പോ ചെമ്മീനും വരും. ആ ചെമ്മീനൊക്കെ ആ വലയിൽ സ്റ്റോക്കാവും. സ്റ്റോക്കായി ഞങ്ങൾ 1 മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോൾ അത് പിടിച്ച് എടുത്ത് ഐസിട്ട് വെച്ച് അത് മാർക്കറ്റിലേക്ക് കൊടുക്കും. അത് അപ്പൊ തെള്ളിച്ചെമ്മീൻ എന്ന് പറയുന്ന ചെമ്മീനാണ് ഇപ്പൊ ആ ചാടിക്കൊണ്ടിരിക്കണം ഇവിടെ. ചേട്ടൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതിനകത്തിലേക്ക് ശ്രദ്ധിക്കുന്നത്. അപ്പൊ അതൊരു ഞങ്ങൾക്കൊരു വരുമാനമാണത്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഇത്രയധികം മത്സ്യകൃഷി ഈ ചുറ്റുമുണ്ട്, ഓണത്തിന് മത്സ്യം ഒഴിവാക്കിയിട്ടുള്ള ഒരു ഓണം ഉണ്ടായിരുന്നു? ഓണത്തിന് ഞങ്ങൾ തിരുവോണത്തിന് മാത്രമേ പച്ചക്കറി ഉപയോഗിക്കാറുള്ളൂ. ബാക്കി എല്ലാ ദിവസവും ഞങ്ങൾക്ക് മീൻ തന്നെയാണ് കഴിക്കുന്നത്. എന്നെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഞാനൊരു കർഷകനാണ്. ഇനി ഞാൻ കഴിക്കാവുന്ന ഏകദേശം എല്ലാ സാധനങ്ങളും എന്റെ വീട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട്. ചെമ്മീനാണെങ്കിൽ ഈ വശത്തുണ്ട്, കരിമീനാണെങ്കിൽ നമുക്ക് അപ്രവശമുണ്ട്. അപ്പൊ ഇതൊക്കെ ഉള്ളപ്പോ ഞാനത് വിചാരിച്ചു എങ്ങനെയായിരിക്കും ഓണത്തിന് ഇവരെ ഒഴിവാക്കിയിട്ടുള്ള ഒരു ഓണം എന്ന് പറയുന്നത്. ഓണത്തിന് കുറച്ച് പച്ചക്കറികളൊക്കെ ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട്. അതൊക്കെ എടുക്കും, അതൊക്കെ നമുക്ക് കാണാം. അപ്പൊ എന്നെ സംബന്ധിച്ച് പാലുണ്ട്, മുട്ടയുണ്ട്, പച്ചക്കറിയുണ്ട്, കഴിക്കാനുള്ള അരിയുണ്ട്,
അങ്ങനെ കുറച്ച് സാധനങ്ങൾക്ക് മാത്രം പുറത്തേക്ക് പോയാൽ മതി. സ്വയം പര്യാപ്തമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അപ്പുറത്ത് കണ്ടത് മീനിന്റെ കുഞ്ഞുങ്ങളായിരുന്നു. അപ്പൊ ഇത് എന്താ മീൻ, കരിമീൻ വലുതാണോ? ഇത് ആ കുഞ്ഞുങ്ങളെ തന്നെയാണ് ഇടണത്. ഇതിന്റെ പ്രത്യേകത പുഴയിലാണ് ഈ കൃഷി ചെയ്യണത്. അപ്പൊ അപ്പുറത്ത് നമ്മൾ കണ്ടത് പാടത്തേക്ക് കൃഷി കഴിഞ്ഞിട്ട് പാടത്തേക്ക് ആവശ്യമായ മീനുകളാണ് അപ്പുറം. അപ്പൊ ഇത് പുഴയിലെ മീൻ കൃഷിയാണ്. ഇത് മത്സ്യക്കൂട് കൃഷി എന്ന് പറയുന്നത്. മത്സ്യക്കൂട് കൃഷി എന്ന് പറയും. അപ്പൊ ഇത് നമ്മള് ഈ തീറ്റ ഇടുമ്പോഴത്തേക്കും അത് വരുമല്ലേ? തീറ്റ ഇട്ട് കഴിയുമ്പോ ഇത് വന്ന് തീറ്റ എടുക്കും. ഇട്ട് നോക്കട്ടെ. 8 മാസം നമ്മൾ ഇതിലിട്ട് വളർത്തി കഴിഞ്ഞാൽ വിളവെടുപ്പ് നടത്താം. ഇതിന് തീറ്റ കൊടുക്കുന്നത് എങ്ങനെ? ഒരു ദിവസം ഇത് കാലത്ത് ഒരു 10 മണിക്ക് കൊടുക്കും, ഉച്ചക്ക് 2 മണിക്ക് കൊടുക്കും, വൈകിട്ട് ഒരു 4 മണിക്ക് കൊടുക്കും. അങ്ങനെ 3 നേരം തീറ്റ കൊടുക്കണം. ഇതിന് പുറത്തുനിന്ന് തീറ്റകളൊന്നും കിട്ടൂല. ഇതിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ തീറ്റ നമ്മൾ തന്നെ കൊടുക്കണം. അതായത് ഇത് വരയുടെ ഉള്ളിലാണ് കിടക്കുന്നത്. അത് കാരണം നമ്മൾ കൊടുക്കുന്ന തീറ്റ കൊണ്ട് അത് വലുതാണ്. ഇതിപ്പോ 3 മാസമായി. 8ാം മാസം വിളവെടുക്കാം. ഇത് ഫ്ലോട്ടിങ് കൂടാണിത്. ഇത് വെള്ളം പൊങ്ങണനുസരിച്ച് കൂട് പൊങ്ങുകയും ചെയ്യും, വെള്ളം താഴണനുസരിച്ച് താഴുകയും ചെയ്യും. അങ്ങനത്തെ പ്രത്യേകതയുള്ള കൂടാണ്. ഇതിനെ മത്സ്യക്കൂട് കൃഷി എന്നാ പറയണത്. കൂട് കൃഷി. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് മറിയദാസൻ ചേട്ടൻ്റെ കൃഷിയിടാണ്. അതും വ്യത്യസ്ത രീതിയിലുള്ള ഒരു മിനി ഓണത്തിലേക്കുള്ള പാക്കേജ് തന്നെയാണ് ചേട്ടൻ്റെ വീടെന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ രീതിയിൽ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ പ്രകൃതിയോടൊപ്പം ജീവിക്കുന്ന ഒരുപാട് മറിയദാസൻ ചേട്ടനിലേക്ക് നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും.